ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എക്കണോമിക്സിൻ്റെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2021 മുതൽ 2025 വരെ PSC എക്സാമുകളിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. തുടക്കക്കാരായ ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും പെട്ടെന്ന് എക്കണോമിക്സിൻ്റെ മുഴുവൻ മാർക്കും വാങ്ങാവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, CPO, കമ്പനി ബോർഡ് LGS, VO, VFA, ബെവ്കോ LDC മുതലായ എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പറ്റുമെങ്കിൽ മക്കളെ നിങ്ങളൊരു ഹെഡ്സെറ്റ് വെച്ച് ഇത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. 2-3 തവണ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോഴും ഇതിൽ നിന്നും വരുന്ന മുഴുവൻ മാർക്കും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? PYQ ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും. ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പേരാണ് ദാദാഭായ് നവറോജി. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഈ ചോദ്യം ഖാദി ബോർഡ് LDC സ്റ്റേജ് 1 2023 ചോദിച്ചതാണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങൾ വിശദീകരിക്കുന്ന ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? വീണ്ടും ഖാദി ബോർഡ് സ്റ്റേജ് 2 ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചു വന്നു. അതിൻ്റെ ഉത്തരം നമുക്കറിയാം, ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി നമുക്ക് ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. അതായത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടേക്കണ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഗ്ലാഡ്സ്റ്റൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. അതേപോലെ INC ഒക്കെ പഠിക്കുമ്പോൾ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത്? ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ തിയറി എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ലാലാ ലജ്പത് റായിയുടെ, നമുക്കറിയാം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ, ശ്രദ്ധിക്കുക, ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആരുടെയാ? ദാദാഭായ് നവറോജിയുടെ ആണെന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ എന്താണ് ഇനി വരാം ഇങ്ങനെ ഒരു ചോദ്യം, അതായത് ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണ് നിലവിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണം. ഈ പ്രസിദ്ധീകരണം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആരാ? ലാലാ ലജ്പത് റായ്. അപ്പോൾ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്നതാണ് ലാലാ ലജ്പത് റായിയുടെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ഈ പ്രസിദ്ധീകരണത്തിലൂടെയാണ് ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. ചോർച്ചാ സിദ്ധാന്തം അതായത് ബ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഒത്തിരി തവണ PSC ചോദിച്ചേക്കണ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ആരുടെ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥം താഴെ പറയുന്നവയിൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാ? ദാദാഭായ് നവറോജിയുടെയാണ്. അതായത് ബ്രെയിൻ തിയറി, അതായത് ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി ചോർച്ചാ സിദ്ധാന്തം ഇന്ത്യൻ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിൽ അതിൽ ഒന്നാണ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. അപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ,
ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, വിറ്റഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യുന്നു, അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആ സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കമ്പോളത്തിൽ നല്ല വിലയ്ക്കാണ് വിറ്റിരുന്നത്. ബ്രിട്ടൻ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കൽ. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇതും എന്തിനെ ബാധിച്ചു, ഇന്ത്യയെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് ആക്കുന്നതിനും അതേപോലെ തന്നെ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഓരോ കാരണങ്ങളാണ് അല്ലെങ്കിൽ ഓരോ പ്രസ്താവനകളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത്, ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി. ഓക്കെ, അപ്പോൾ ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യം കണക്കാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്, ഈ പറയുന്ന ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദാദാഭായ് നവറോജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അതേപോലെ ഒരു ചോദ്യം കൂടി പഠിച്ചിട്ട് ബാക്കിയുള്ള വസ്തുക്കൾ കൂടി നോക്കാം. അതായത്, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഏതാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. ദാദാഭായ് നവറോജിയുടെ മറ്റു പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഡ്രെയിൻ ഓഫ് വെൽത്ത്, ദി വാണ്ടഡ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ, ദ പാഴ്സി റിലീജിയൻ. ഓക്കെ, അപ്പോൾ ഡ്രെയിൻ ഓഫ് വെൽത്ത്, ദി വാണ്ടഡ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ, ദ പാഴ്സി റിലീജിയൻ 1861. ഓക്കെ, ഇനി ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ് എന്ന് ചോദിച്ചാൽ ഇത് നിലവിലെ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? M വിശ്വേശ്വര അയ്യയുടെ പുസ്തകമാണ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ. അതേപോലെ തന്നെ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, ആഡം സ്മിത്ത്. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ. പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറയുന്നത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമർത്യ സെന്നിൻ്റെ ബുക്കാണ് പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രമുഖമായിട്ട് PSC ചോദിക്കാറുള്ള വിശേഷണങ്ങളാണ് ഇന്ത്യയുടെ ഗ്ലാഡിസ്റ്റൺ, അതായത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നു. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്, ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി. ഇത്രയും വിശേഷണങ്ങൾ ഉറപ്പായും മക്കളെ പഠിച്ചു വയ്ക്കുക. അടുത്തത്, ലാലാ ലജ്പത് റായിയുടെ നമ്മൾ പറഞ്ഞു ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ആരുടെയാണ് മക്കളെ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? യെസ്, ലാലാ ലജ്പത് റായിയുടെയാണ്. ലാലാ ലജ്പത് റായി. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പഞ്ചാബ് സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? അത് ലാലാ ലജ്പത് റായി ആണ്. ലാലാ ലജ്പത് റായി. ഇനി ചോർച്ചാ സിദ്ധാന്തത്തെ ഡ്രെയിൻ തിയറി, അതായത് എന്താണ് ചോർച്ചാ സിദ്ധാന്തം, അതർവൈസ് നോൺ ആസ് ഡ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ദാദാഭായ് നവറോജിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം, അതും ഡ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകാനായിട്ട് അവർ സ്വീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള
പ്രസ്താവനകൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ഡ്രെയിൻ ഓഫ് വെൽത്ത്, ദി വാണ്ടഡ്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ, ദ വാണ്ടഡ്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ, ദ പാഴ്സി റിലീജിയൻ. ഇതൊക്കെ ആരുടെ ബുക്കായിരുന്നു മക്കളെ? ദാദാഭായ് നവറോജിയുടെ 4 ബുക്ക് ശ്രദ്ധിക്കുക. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ 2, ഡ്രെയിൻ ഓഫ് വെൽത്ത് 3, വാണ്ടഡ്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ 4, ദ പാഴ്സി റിലീജിയൻ 1861. ഓർത്ത് വയ്ക്കുക, പാഴ്സി റിലീജിയൻ 1861, ദ വാണ്ടഡ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ, ഡ്രെയിൻ ഓഫ് വെൽത്ത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നതിൻ്റെ കൂടി ഒന്ന് ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ ബുക്കാണ്? അത് എം വിശ്വേശ്വരയ്യയുടെ ബുക്കാണ്. പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയാണ്? എം വിശ്വേശ്വരയ്യ. അടുത്തത് വെൽത്ത് ഓഫ് നേഷൻ ആരുടെയാണ്? ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻ. അടുത്തത് പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറയുന്നത് ആരുടെയാണ്? അമർത്യ സെന്നിൻ്റെ ആണ് പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യവും മനസ്സിലായി എന്ന് കരുതുന്നു, 4 ബുക്കുകളും. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ഒത്തിരി തവണ PSC എക്സാമുകളിൽ 1 മാർക്കിന് വരുന്ന ഒരു ഏരിയ ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഏരിയ ആണ് പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ മകളെ ആരാണ്? അത് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്, അതായത് PC മഹലനോബിസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആരാണ്? PC മഹലനോബിസ് അല്ലെങ്കിൽ പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് തന്നെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? PC മഹലനോബിസ് ആണ്. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളാണ് PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ PC മഹലനോബിസ് അല്ലെങ്കിൽ പ്രശാന്ത ചന്ദ്ര മഹലനോബിസിനെ കുറിച്ച് ചോദിക്കാറുള്ളത്. ഒന്നാമത്തെ ചോദ്യം മകളെ ശ്രദ്ധിക്കുക, പഠിച്ചു വയ്ക്കുക, കാരണം തീർച്ചയായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും PC മഹലനോബിസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമുക്ക് PC മഹലനോബിസിനെ കുറിച്ച് ബാക്കിയുള്ള വസ്തുതകൾ നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു? ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. അങ്ങനെ തന്നെ ചോദിച്ചേണ്ട, വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നിട്ട് PC മഹലനോബിസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തെറ്റായത് മാത്രം എന്ത് ചെയ്യുക? മാറ്റിവെക്കുക എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യം വന്നാൽ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ നോക്കിയേ, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. 1931 ഡിസംബർ 17 കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അപ്പോൾ എന്നാ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്? 1931 ഡിസംബർ 17 കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാ ചോദിച്ചാൽ ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ജൂൺ 29. അതായത് മഹലനോബിസിൻ്റെ ജന്മദിനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത് PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ്. അത് എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ എന്നാ? ജൂൺ 29 ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ
ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് PC മഹലനോബിസ്. മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഒത്തിരി തവണ ചോദിച്ചതാണ് സംഖ്യ. അപ്പോൾ സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം PC മഹലനോബിസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് PC മഹലനോബിസിൻ്റെ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. അപ്പോൾ സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാ, PC മഹലനോബിസിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ സംഖ്യ ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അടുത്തത് അതായത് സംഖ്യ നമുക്കറിയാം, സംഖ്യ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ഏതെന്ന് പറയുന്നത് സംഖ്യ. 1933 PC മഹലനോബിസ് സ്ഥാപിച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ജേണലായിരുന്നു ഏതെന്ന് പറയുന്നത് സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 1933 PC മഹലനോബിസ് സ്ഥാപിച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ജേണലാണ് ഏതെന്ന് പറയുന്നത് സംഖ്യ. സംഖ്യ ആദ്യമായി 1933 പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് ആ ഒരു ജേണൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് 1933. 1961 ആയപ്പോഴത്തേക്കും ഈ ജേണൽ രണ്ടായിട്ട് സ്പ്ലിറ്റായി. ഓക്കെ, അപ്പോൾ 2 സീരീസുകളായിട്ട് എന്ത് ചെയ്തു, ഇത് വിഭജിച്ചു. അപ്പോൾ എന്നാണ് സംഖ്യ എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചത് 33. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ജേണലായിരുന്നു സംഖ്യ എന്ന് പറയുന്നത്. സംഖ്യ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 33 ഇത് 2 സീരീസുകളായിട്ട് വിഭജിച്ചത് എന്നാന്ന് ചോദിച്ചാൽ അത് 1961. ഗണിതശാസ്ത്ര സ്ഥിതിവിവര കണക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സീരീസ് ആയിരുന്നു സീരീസ് A എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് A വിഭജിച്ചപ്പോൾ അതിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണിതശാസ്ത്ര സ്ഥിതിവിവര കണക്കുകളിലാണ് ഏത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, ഈ പറയുന്ന സീരീസ് A. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളിലും ആപ്ലിക്കേഷനുകളിലുമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് സീരീസ് B എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് Aയും സീരീസ് Bയുമായിട്ടാണ് സംഖ്യ എന്ന് പറയുന്ന ജേണൽ വിഭജിച്ചത്. അതിൽ സീരീസ് Aയിൽ പറയുന്നത് ഗണിത ശാസ്ത്ര സ്ഥിതിവിവര കണക്കുകളാണ് സീരീസ് Aയിൽ പറയുന്നത്. സീരീസ് Bയിലാണെങ്കിലോ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളിലും ആപ്ലിക്കേഷനുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച സീരീസാണ് B എന്ന് പറയുന്നത്. മൂന്നാമത്തെ സീരീസാണ് സീരീസ് C എന്ന് പറയുന്നത്. അത് 1974 ചേർത്തത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സംഖ്യ എന്ന് പറയുന്ന PC മഹലനോബിസിൻ്റെ ജേണൽ ഇത് 3 സീരീസുകളായിട്ടാണ് നിലവിൽ തിരിഞ്ഞത്. സീരീസ് A, സീരീസ് B, സീരീസ് C. സീരീസ് A എന്ന് പറയുന്നത് ഗണിതശാസ്ത്ര സ്ഥിതിവിവര കണക്കുകൾ. സീരീസ് B എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയും ആപ്ലിക്കേഷനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മൂന്നാമത്തെ സീരീസാണ് സീരീസ് C എന്ന് പറയുന്നത്. അത് 1974 സീരീസ് C ചേർത്തത് എന്നുള്ളത് മാത്രം ഓർത്തു വയ്ക്കുക. കൂടാതെ സാമ്പിൾ സർവേകളും ഒന്നിടവിട്ട പ്രശ്നങ്ങളിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക്സും ഉൾപ്പെടുത്തി. ജേണൽ ഇപ്പോൾ 2 സീരീസുകളായി പ്രസിദ്ധീകരിക്കുന്നു, Aയും Bയും. സീരീസ് A പ്രാഥമികമായി സൈദ്ധാന്തിക സ്ഥിതിവിവര കണക്കുകളും പ്രോബബിലിറ്റി അതായത് സ്റ്റോക്കോസ്റ്റിക് പ്രോസസ്സുകൾ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നു. സീരീസ് B പ്രാഥമിക അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്നു. അപ്ലൈഡ് പ്രോബബിലിറ്റി, അപ്ലൈഡ് സ്റ്റോക്കസ്റ്റിക്സ് പ്രോസസ്സുകൾ, ഇക്കണോമിക് മെട്രിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഖ്യ എന്ന് പറയുന്ന ആ ഒരു അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സംഖ്യയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. PC മഹലനോബിസിൻ്റെ ആണ് സംഖ്യ എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം. PC മഹലനോബിസ് ഈ പറയുന്ന സംഖ്യ എന്ന് പറയുന്ന ജേണൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 1933 മക്കളെ ഓർത്ത് വയ്ക്കുക. 33 ഇത് സ്റ്റാർട്ട് ചെയ്തു ജൂണിൽ. അതിനുശേഷം 61 ഈ ജേണൽ 2 സീരീസുകളായിട്ട് വിഭജിച്ചു. അതിൻ്റെ അകത്ത് സീരീസ് A എന്നും സീരീസ് B എന്നുമാണ് പറയുന്നത്. A എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഗണിതശാസ്ത്ര സ്ഥിതിവിവര കണക്കുകളെ കുറിച്ച് പറയുന്നു. B എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയും ആപ്ലിക്കേഷനുകളിലുമാണ് അത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 1974 ഇത് മൂന്നാമത്തെ ഒരു സീരീസായിട്ടും എന്ത് ചെയ്യുന്നു, ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത്രയെങ്കിലുമാണ് അതിൻ്റെ അകത്ത് ചോദിക്കത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും ചോദിച്ചേക്കണതും എന്താണ്, PC മഹലനോബിസ്
ആരംഭിച്ച പ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു സംഖ്യ എന്നുള്ളത്. അതെന്നാണ് രൂപീകൃതമായതെന്നും എന്നാണ് അത് സ്പ്ലിറ്റ് ആയതെന്നും പറഞ്ഞു. അത്രയെങ്കിലും ഓർത്തു വയ്ക്കുക. ഫയർമാൻ എക്സാമിന് 2022 ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? അപ്പോൾ ദേശീയ വരുമാനം ഇന്ത്യയിൽ കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഉത്തരം ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. അതായത് CSO ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? യെസ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. OBSET 2021 ചോദിച്ച ചോദ്യമാണ്. CSO അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി. മക്കളെ ശ്രദ്ധിക്കുക. അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO മുൻപ് അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന പേരിലാണ്. അതായത് 1951 ജനുവരി 2 CSO അറിയപ്പെട്ടത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നാണ്. നിലവിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നിലവിൽ വന്നത് അന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന പേരിലാണ്. അതെന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ 1951 ജനുവരി 2 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഇത് ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. CSOയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയാണ്. ഡയറക്ടർ ജനറൽ ആണ് CSOയുടെ തലവൻ എന്ന് പറയുന്നത്. അപ്പോൾ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ഡൽഹി, അതിൻ്റെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ മന്ത്ലി അബ്സ്ട്രാക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യം പ്രസിദ്ധീകരിച്ചത് 1956 ഓക്കെ, അപ്പോൾ CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ മന്ത്ലി അബ്സ്ട്രാക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യം പ്രസിദ്ധീകരിച്ചത് 1956 ഇന്ത്യയുടെ ഊർജ മേഖലയെ പറ്റിയുള്ള CSOയുടെ വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഊർജ മേഖലയെ പറ്റിയുള്ള CSOയുടെ വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. അപ്പോൾ മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലയുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നു. CSOയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, CSOയുടെ പ്രധാന ചുമതലകൾ സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് NSSO അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. രൂപം കൊണ്ട വർഷം എന്നാ ചോദിച്ചാൽ NSSO രൂപം കൊണ്ട വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1950 NSSO രൂപം കൊണ്ടത്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നതാണ് NSSOയുടെ മുഴുവൻ പേര്. ദേശീയ തലത്തിൽ സാമൂഹ്യ സാമ്പത്തിക മേഖലകളെക്കുറിച്ച് സർവേ നടത്തുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ച ഏജൻസിയാണ് NSSO. അപ്പോൾ ദേശീയ തലത്തിൽ സാമൂഹ്യ സാമ്പത്തിക മേഖലകളെക്കുറിച്ച് സർവേ നടത്തുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ച ഏജൻസിയാണ് NSSO. NSSOയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ജേണൽ അല്ലെങ്കിൽ മാഗസീനാണ് ത്രൈമാസിക. അതായത് അവരുടെ ത്രൈമാസികയാണ് സർവേഷണ എന്ന് പറയുന്നത്. അപ്പോൾ
എന്താണ് NSOയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ജേണൽ അല്ലെങ്കിൽ മാഗസീൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് സർവേഷണ. അത് ത്രൈമാസികയാണ്. ഓക്കെ, ഇനി NSOയുടെ 4 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സർവേ, ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, സർവേ, ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ, സർവേ കോർഡിനേഷൻ ഡിവിഷൻ. വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്നവയിൽ NSOയുടെ 4 ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏതാണ്? അപ്പോൾ ഓർത്തു വച്ചോ, സർവേ, ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ, സർവേ കോർഡിനേഷൻ ഡിവിഷൻ. ഓക്കെ, അതേപോലെ NSO, CSOയും NSSOയും ലയിച്ചതിൻ്റെ ഫലമായി നിലവിൽ വന്ന സ്ഥാപനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതായത് NSO. അപ്പോൾ CSOയും അതേപോലെ തന്നെ NSOയും ലയിച്ചതിൻ്റെ ഫലമായി നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSOയുടെ തലവനാണ് ആരെന്ന് പറയുന്നത് MOSPIയുടെ സെക്രട്ടറി. ഓക്കെ, CSOയുടെയും NSSOയുടെയും ലയനത്തിന് ഇന്ത്യ ഗവൺമെൻറ് അംഗീകാരം നൽകിയത് 2019 മെയ് 23. ഓക്കെ, അപ്പോൾ 2019 മെയ് 23 CSOയുടെയും NSSOയുടെയും ലയനത്തിന് ഇന്ത്യ ഗവൺമെൻറ് അംഗീകാരം നൽകിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CSO, NSSO, NSO കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം ഞാൻ ഓടിച്ചൊന്നുകൂടി പറയാം. അതായത് നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് CSO എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO ആണ്. CSO മുൻപ് അറിയപ്പെടുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നാണ്. 1951 ജനുവരി 2 ഇത് ഫോം ചെയ്തത്. നിലവിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ഡയറക്ടർ ജനറൽ ആണ്. അതേപോലെ തന്നെ CSOയുടെ ആസ്ഥാനം ചോദിച്ചാൽ മക്കളെ അത് ഡൽഹിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇവയുടെ വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിൻ്റെ പേര് ചോദിച്ചാൽ മന്ത്ലി അബ്സ്ട്രാക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത് പ്രസിദ്ധീകരണം തുടങ്ങിയത് 1956 മുതലാണെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ CSOയുടെ ചുമതലകൾ പറഞ്ഞു, അതേപോലെ തന്നെ NSSO എന്താണെന്നുള്ളത് പറഞ്ഞു, അതേപോലെ തന്നെ അവസാനം ഈ പറയുന്ന CSOയും NSOയും ചേർന്ന് എന്തായി മാറി, ഈ പറയുന്ന NSO ആയി മാറി എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി മാനവ സന്തോഷ സൂചിക, ഉറപ്പായും ഒരു ചോദ്യം PSC ചോദിക്കാറുണ്ട്. അതായത് മാനവ സന്തോഷ സൂചിക, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, അല്ലെങ്കിൽ HHI എന്നാണ് പറയുന്നത്. HHI 1997 പ്രസിദ്ധീകരിച്ചത്. അതായത് മാനവ സന്തോഷ സൂചിക പ്രസിദ്ധീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്, അത് 1997. HHI വികസിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. അപ്പോൾ HHI വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. HHI കണക്കാക്കുന്നതിനുള്ള 9 സൂചകങ്ങളാണ്. മറക്കരുത്, ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവവൈവിധ്യത്തിൻ്റെയും സംരക്ഷണം, സാമൂഹികവും അയൽപക്ക ബന്ധവും, അഴിമതി രഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം. അങ്ങനെ എന്താണ്, നിലവിൽ 9 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാനവ സന്തോഷ സൂചിക എന്ത് ചെയ്യുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ എന്നാണ് മാനവ സന്തോഷ സൂചിക പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1997 മാനവ സന്തോഷ സൂചിക പ്രസിദ്ധീകരിച്ചത്. ഇത് വികസിപ്പിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഭൂട്ടാനാണെന്നുള്ളതും, എത്ര സൂചകങ്ങളാണ് മാനവ സന്തോഷ സൂചികയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 9 എണ്ണമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി 2025 മാനവ സന്തോഷ സൂചിക പ്രകാരം പ്രധാന വിവരങ്ങളാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ സ്ഥാനം തുടർച്ചയായിട്ട് 8ാം വർഷവും ഫിൻലാൻഡാണ്. മാനവ സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിൻലൻഡാണ്. ഓക്കെ, അപ്പോൾ 8ാം തവണയും ഫിൻലൻഡാണ് മാനവ സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മുന്നിലുള്ള മറ്റു രാജ്യങ്ങൾ ഫിൻലൻഡ്, പിന്നാലെ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, നെതർലൻഡ് തുടങ്ങിയ
എന്താണ് നോർഡിക് രാജ്യങ്ങളും ആദ്യ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നമുക്കതാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2025 147 മക്കളെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനത്തിന് 147. അപ്പോൾ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118 സ്ഥാനത്താണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 147 രാജ്യങ്ങളുടെ പട്ടികയിൽ 118 ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം 2024 എത്രയാണെന്ന് ചോദിച്ചാൽ 126 സ്ഥാനത്താണ് എന്ത് ചെയ്തിരുന്നത് ഇന്ത്യ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 118 മാറി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഈ പറയുന്ന മാനവ സന്തോഷ സൂചിക 2025 147 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ സ്ഥാനം 118. അപ്പോൾ 2025 മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118. 2024 126 ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം 2025 ലോക സന്തോഷ സൂചിക ആളുകളുടെ സന്തോഷത്തിൽ കരുതലും പങ്കുവയ്ക്കലും ചെലുത്തുന്ന സ്വാധീനത്തിന് ഊന്നൽ നൽകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സന്തോഷ സൂചികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്താണെന്ന് ചോദിച്ചാൽ കെയറിങ് ആൻഡ് ഷെയറിങ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ സ്ഥാനം അതായത് 147 സ്ഥാനം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും മാനവ സന്തോഷ സൂചികയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എല്ലാ വർഷവും മാർച്ച് 20 ലോക സന്തോഷ ദിനം ആചരിക്കുന്നതെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ വർഷവും ഏത് ദിവസമാണ് നമ്മുടെ ലോക സന്തോഷ ദിനം ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കളെ അത് മാർച്ച് 20 ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ വർഷവും ഏത് ദിവസമാണ് മാർച്ച് 20 ലോക സന്തോഷ ദിനം ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള 2025 മാനവ സന്തോഷ സൂചികയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 1ാം സ്ഥാനം തുടർച്ചയായിട്ട് 8ാം വർഷവും ഫിൻലൻഡാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ സ്ഥാനം 147 രാജ്യങ്ങളുടെ പട്ടികയിൽ 118 2025. 2024 126. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന 147 രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണെന്നുള്ളത് ഓർക്കുക. എല്ലാ വർഷവും ഈ പറയുന്ന ലോക സന്തോഷ ദിനം ആചരിക്കുന്നത് മാർച്ച് 20 ഓർക്കുക. എന്നാണ് ഈ പറയുന്ന മാനവ സന്തോഷ സൂചിക പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ 1997. ഇത് വികസിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂട്ടാനാണെന്നുള്ളതും എത്ര സൂചകങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 സൂചകങ്ങളാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനവ സന്തോഷ സൂചികയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് മക്കളെ നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഈ 3നെക്കുറിച്ചും നമുക്ക് പഠിക്കാം. അപ്പോൾ അതിക്ക് മുന്നേ തന്നെ നമുക്ക് നോക്കാം, അതായത് ഈ പറയുന്ന 3 സമ്പദ് വ്യവസ്ഥകളുടെയും പിതാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളത്. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ആഡം സ്മിത്താണ്. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് കാൾ മാർക്സ് ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് കാൾ മാർക്സ്, മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആഡം സ്മിത്ത്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ഈ പറയുന്ന ആഡം സ്മിത്ത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസം വഴിയാണ്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസം വഴിയാണ്. അപ്പോൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കുന്നത് വില മെക്കാനിസം വഴിയാണ്. ഉൽപാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഉൽപാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലാഭമാണ്. അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് ഇവിടെ മുൻതൂക്കം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് USA, ബ്രിട്ടൻ, ഫ്രാൻസ്. ലേസഫെയർ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ
സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. അതായത് ഇന്ന ഉൽപ്പാദനം എന്നൊന്നുമില്ല, എന്തു വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കാം. അതിൻ്റെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിലവിലെ ഈ പറയുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ലാഭം മാത്രം ഉദ്ദേശിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വകാര്യ സ്വത്തവകാശം, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം. പാരമ്പര്യ സ്വത്തു കൈമാറ്റ രീതി, വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളം. അതായത് നിലവിലെ ഏത് ഉൽപ്പന്നത്തിനും എന്താണ് പ്രത്യേകിച്ചൊരു വില നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. അവരെന്താണോ തീരുമാനിക്കുന്ന വില അത് കൊടുത്ത് ആളുകൾ സാധനങ്ങൾ വാങ്ങണം. ഉപഭോക്താക്കളുടെ പരമാധികാരം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. ഇവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം എന്താ, ഓരോരുത്തർക്കും അവരവരുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, വിറ്റഴിക്കാനുള്ള ഒരു മത്സരമായിരിക്കും ഈ പറയുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്നത്. ഓക്കെ, അടുത്തതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് വികസന സമ്പദ് വ്യവസ്ഥ, അതായത് വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സ്വീകരിച്ചത് ഏതാണ്, ഈ പറയുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2023 നിലവിൽ ചോദിച്ച ചോദ്യമാണ്, വാച്ച്മാൻ അതേപോലെ തന്നെ ബ്ലൂ പ്രിൻ്ററിനൊക്കെ. അതേപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇതിൻ്റെ അകത്ത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഉൽപ്പാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഉൽപ്പാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും അതേപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥ, ഇതിനെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണെന്നുള്ളത് ഓർക്കുക. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. അപ്പോൾ പൊതുമേഖലയും ഉണ്ടാവും മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ, സ്വകാര്യ മേഖലയും ഇവിടെ നിലനിൽക്കുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യം, സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അതായത് ഇവിടെ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതായത് ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥ. ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉദാഹരണം മുൻ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുൻ സോവിയറ്റ് യൂണിയൻ എന്ന് ഓർക്കുക. അതായത് ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം. സ്വകാര്യ സംരംഭകരുടെ അഭാവം, സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം, സാമ്പത്തിക സമത്വം. ഇതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ് ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, സ്വകാര്യ സംരംഭകരുടെ അഭാവം, സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം, സാമ്പത്തിക സമത്വം. ഇതൊക്കെയാണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പിതാക്കന്മാർ പറഞ്ഞിരുന്നു. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആഡം സ്മിത്താണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആഡം സ്മിത്താണ്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ മാർക്സ്. നമുക്കറിയാം മാർക്സിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ
ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും കാൾ മാർക്സും അതേപോലെ തന്നെ ഫെഡറിക് എംഗൽസുമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു ദിവസം പഠിച്ചു പോയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതേപോലെ തന്നെ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇതിൻ്റെ അകത്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് മുൻ സോവിയറ്റ് യൂണിയൻ. മിക്സഡ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർത്തു വെച്ചോ നമ്മുടെ ഇന്ത്യയാണ്. ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, US ഒക്കെ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്ലാനിംഗ് കമ്മീഷൻ, ഒരു ചോദ്യം മസ്റ്റാണ് പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. കാരണം നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. നമ്മൾ 75 ഹോട്ട് ടോപ്പിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തും ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഒരു ഹോട്ട് ടോപ്പിക്സിൻ്റെ എക്കണോമിക്സിലെ ഭാഗം എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളാണ്. ഒരു ചോദ്യം മസ്റ്റ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. 1950 മാർച്ച് 15. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോവിയറ്റ് യൂണിയൻ്റെ ആസൂത്രണ മാതൃകയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ പിന്തുടരുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം നോക്കുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരവുമുണ്ട്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. ഇതായിരുന്നു പ്രസ്താവനയിൽ ശരിയല്ലാത്തവ. താഴെ പറയുന്ന ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഓപ്ഷനുകളും അതേപോലെ തന്നെ ചോദ്യവും PDF ആയിട്ടിടാം. അപ്പോൾ നിങ്ങളത് നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓരോന്നെടുത്ത് പറയാൻ പോയാൽ വെറുതെ സമയം പോവും എന്ന് മാത്രമാണ്. അതിൽ പ്രത്യേകിച്ച് പ്രയോജനം നിങ്ങൾക്ക് കിട്ടത്തുമില്ല. ഓക്കെ, ഇനി 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. അത് ഹരിപുര സമ്മേളനത്തിലാണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. അപ്പോൾ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്, ഹരിപുര സമ്മേളനം INCയുടെ നടന്നപ്പോഴാണ്. 38. ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ സാഹയാണ്. അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്, മേഘനാഥ സാഹയാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത്. മേഘനാഥ സാഹ. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാണ് KC നിയോഗി. ആരാണ്? 46 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു KC നിയോഗി. സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിന് സ്വീകരിച്ചത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മക്കളെ, ശ്രദ്ധിക്കുക. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് പഠിക്കുക 1950 മാർച്ച് 15. എഴുതി വച്ചു പഠിച്ചു പോക്കോ, ഒരു നഷ്ടമില്ല, തീർച്ചയായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹിയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ യോജന ഭവൻ ന്യൂഡൽഹിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ആദ്യത്തെയും അവസാനത്തെയും. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദ. ആദ്യ കമ്മീഷനിലെ അംഗങ്ങളാണ് CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, അതേപോലെ തന്നെ GL മേത്ത, RK പാട്ടീൽ. ഓർത്തു വയ്ക്കുക, ആദ്യ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാന അധ്യക്ഷനായിരുന്നു നമ്മുടെ നരേന്ദ്രമോദി. ഓക്കെ, അതിനുശേഷമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗു സിംഗ് അലുവാലിയ. അവസാന മെമ്പർ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് സിന്ധുശ്രീ ഖുള്ളറാണ്. സിന്ധുശ്രീ ഖുള്ളർ നമ്മുടെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിരുന്ന ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ ട്രാൻസ്ജെൻഡർ അംഗമാകുന്നത് ഡോക്ടർ നർത്തകി നടരാജാണ്, തമിഴ്നാട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ ട്രാൻസ്ജെൻഡർ അംഗമാകുന്നത് ഡോക്ടർ നർത്തകി നടരാജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഏതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്, ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക്
പഠിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയാണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950 മാർച്ച് 15-നാണ്. ഇനി ആരൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്തെ ആദ്യത്തെ അധ്യക്ഷൻ, ആദ്യത്തെ ഉപാധ്യക്ഷൻ, അതേപോലെ തന്നെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു, അതേപോലെ തന്നെ അവസാനത്തെ ഉപാധ്യക്ഷൻ, അവസാനത്തെ അധ്യക്ഷൻ, അതേപോലെ തന്നെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ ട്രാൻസ്ജെൻഡർ അംഗമാകുന്നതും ആരാന്നുള്ളത് നമ്മൾ പഠിച്ചു. അടുത്താണ് പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതി മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്. പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് ഒരു ചോദ്യം എക്കണോമിക്സിൽ ഉറപ്പാണ്. പഠിച്ചോ പഠിച്ചോ പഠിച്ചോ. പഞ്ചവത്സര പദ്ധതി, പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയത് ആസൂത്രണ കമ്മീഷനാണ്. അതായത് പ്ലാനിംഗ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയത്. പ്ലാനിംഗ് കമ്മീഷൻ. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പോൾ സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നീ വിശേഷണങ്ങൾ താഴെ പറയുന്നവയിൽ എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെയാണ്. 2014 ഓഗസ്റ്റ് 17-ന് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. അപ്പോൾ എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയത് എന്ന് ചോദിച്ചാൽ 2014 ഓഗസ്റ്റ് 17-നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയത്. അപ്പോൾ എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയത്? 2014 ഓഗസ്റ്റ് 17. 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. 2023 ഖാദി ബോർഡ് LDCക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണ്? 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഗുൽസാരിലാൽ നന്ദ. താഴെ തന്നിരിക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഏതൊക്കെയാണ്? അത് 1ഉം 2ഉമാണ്. അതായത് ഏതൊക്കെ? മൊത്ത ഉൽപ്പാദനത്തിലുള്ള വളർച്ച, അതേപോലെ തന്നെ സ്വാശ്രയത്വം. ഓക്കെ. രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ച. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 സാമ്പത്തിക വളർച്ച, 2 സമത്വം, 3 ആധുനികവൽക്കരണം, 4 സ്വാശ്രയത്വം. ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ്. നിർവചനങ്ങൾ. സാമ്പത്തിക വളർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? എന്താണ്? അതായത് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവാണ് ഏതെന്ന് പറയുന്നത്? സാമ്പത്തിക വളർച്ച. അടുത്തത് ആധുനികവൽക്കരണം. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതാണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതാണ് ആധുനികവൽക്കരണം. അടുത്തത് സ്വാശ്രയത്വം. എന്താണ്? ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതിനെയാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സ്വാശ്രയത്വം എന്ന് ചോദിച്ചാൽ ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നത്. ഇനി എന്താണ് സമത്വം? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ എന്നിവ നിറവേറ്റുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ എന്നിവ നിറവേറുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാക്കുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. ഇതാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
ഇനി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്കിംഗ് ഇന്ത്യ പോളിസി സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏത് ലക്ഷ്യത്തെ ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് സ്വാശ്രയത്വമാണ്. മേക്കിംഗ് ഇന്ത്യ അതായത് പദ്ധതി ആരംഭിച്ചു, പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ മേക്കിംഗ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാ? 12ാം പഞ്ചവത്സര പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷ? 2014 സെപ്റ്റംബർ 25 പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ലക്ഷ്യം ഇന്ത്യയെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക. അപ്പോൾ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ? ഇന്ത്യയെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക. പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ചോദിച്ചിട്ടുള്ളതാണ് സിംഹമാണ്. അപ്പോൾ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് സിംഹമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് മേക്കിംഗ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് തുടങ്ങിയതാണ് മേക്കിംഗ് ഇന്ത്യ. എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക. എന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്? 2014 സെപ്റ്റംബർ 25. ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സിംഹമാണ്. ഇനി ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1951. ഓക്കെ, 1ാം പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1ാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം നൽകിയിരുന്ന മേഖലകളായിരുന്നു. ഓക്കെ, അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകളായിരുന്നു കൃഷി, ജലസേചനം, അതേപോലെ തന്നെ വൈദ്യുതീകരണം, ഗതാഗതം, വിലസ്ഥിരത എന്നിവയാണ് 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകളാണ് മക്കളെ. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഗതാഗതം, വില സ്ഥിരത. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എന്നാണ് 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1951 ഏപ്രിൽ 1 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ എന്നാണ് 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1951 ഏപ്രിൽ 1. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാർഷിക പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ഹരോഡ് ഡോമർ മാതൃക. ഓക്കെ, അപ്പോൾ ഹരോഡ് ഡോമർ മാതൃകയിൽ അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്, ഹരോഡ് ഡോമർ മാതൃക. അപ്പോൾ ഹരോഡ് ഡോമർ മോഡലിൽ അവതരിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പോൾ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത് ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി. നിലവിൽ വന്നത് 1952 കുടുംബാസൂത്രണം നിലവിൽ വന്നത്. അതായത് കുടുംബാസൂത്രണ പദ്ധതി നിലവിൽ വന്നത് 1952. സാമൂഹിക വികസന പദ്ധതി അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം CDP നിലവിൽ വന്നതും 1952. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1951 CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1951. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953 ആരംഭിച്ചത്. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നിലവിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ പദ്ധതി അറിയപ്പെട്ടിരുന്നത് ഹരോഡ് ഡോമർ മാതൃക എന്ന പേരിൽ അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ്. അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രാധാന്യം നൽകിയത് കൃഷിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഇനി ഈ സമയത്ത് നിലവിൽ വന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓർത്തു വയ്ക്കുക, വെരി ഇമ്പോർട്ടൻ്റ്, ഇനിയും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ ഏത് കാലത്ത് നിലവിൽ വന്നപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ ഒരു സമയത്ത് നിലവിൽ വന്ന പദ്ധതികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതായത് UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28 UGC നിലവിൽ വന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അതായത് മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് 52-53 മുതലിയാർ കമ്മീഷൻ. അതേപോലെ തന്നെ എയിംസ് അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊക്കെ നിലവിൽ വന്നത് 1955 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1955.
5 IIT-കൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ 5 IIT-കൾ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് 5 IIT-കൾ സ്ഥാപിതമായത്. അപ്പോൾ 5 IIT-കൾ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് 5 IIT-കൾ സ്ഥാപിതമായത്. ഏതൊക്കെയാണ്? ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. അപ്പോൾ 5 IIT-കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് മക്കളെ? ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. ഇങ്ങനെ 5 IIT-കൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചു. 1955-ലാണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. 1955 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. KN രാജ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടേക്കണെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറയുന്ന പേരാണ് KN രാജ്. KN രാജ്. KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് ആരെന്ന് പറയുന്നത്? KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാ? KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? ഈ പറയുന്ന KN രാജ് എന്ന് പറയുന്ന മലയാളിയാണ്. ഓക്കെ. സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി കാർവേ കമ്മിറ്റി രൂപീകരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1955. ഓക്കെ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യങ്ങൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതാണ് എന്തെന്ന് പറയുന്നത്, അതായത് സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി കാർവേ കമ്മിറ്റി രൂപീകരിച്ചത് 1955-ലാണ്. ഓക്കെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2022 SC ST ഫോർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ SR ഫോർ ST ഓൺലി ചോദിച്ചപ്പോൾ ആ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു കേട്ടോ ഇത്. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്ന് ചോദിച്ചാൽ ഏതാ? ഹരോഡ് ഡോമർ മോഡലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ എന്ന് പറയുന്നത്. ഹരോഡ് ഡോമർ. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയും അവ അറിയപ്പെടുന്ന ആ ഒരു മോഡൽ ഏതാണെന്നുള്ളതും നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. തീർച്ചയായിട്ടും PSC എക്സാമുകളിൽ 1 മാർക്ക് ഇതിൽ നിന്നും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് കാണുന്നവരും കേൾക്കുന്നവരും ആണെങ്കിൽ ഒന്ന് എഴുതി വെച്ച് പഠിച്ചോ, നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല. ഹരോഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ മോഡൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് മഹലനോബിസ് മോഡൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നതാണ് മഹലനോബിസ് മോഡൽ എന്ന്. അടുത്തത് ജോൺ സാൻഡി ചക്രവർത്തി മോഡലാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ജോൺ സാൻഡി ചക്രവർത്തി മോഡൽ. അലൻ എസ് മന്നെ അശോക് മോഡലാണ് 4ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ അലൻ എസ് മന്നെ അശോക് രുദ്ര മോഡലാണ് 4ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് ധർ മോഡൽ എന്നറിയപ്പെടുന്നതാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ. അപ്പോൾ ധർ മോഡൽ 5ാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ 2024 ഡിസംബറിൽ അദ്ദേഹം മരിച്ചു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ. അടുത്തത് ജനകീയ പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പദ്ധതിയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി. ഇനി അപ്പോൾ ഇത്രയും പദ്ധതികൾ ഒന്ന് ഓർത്തു വെച്ചോ. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. ബേസ് ലെവൽ ചോദ്യമാണ്. തെറ്റിപ്പോയാൽ നമ്മൾ ആ എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല. ഹരോൾഡ് ഡോമർ മോഡൽ 1ാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മോഡൽ.
രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ജോൺ സാൻഡി ചക്രവർത്തി മോഡൽ. നാലാം പഞ്ചവത്സര പദ്ധതിയാണ് അലൻ എസ് മന്നെ അശോക് രുദ്ര മോഡൽ. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ധർ മോഡൽ. എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ. ഇനി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തു വെച്ചോ. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചേക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1950 പദ്ധതി ആരംഭിച്ചു. അതേപോലെ തന്നെ എന്താണ്, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ നിർമ്മിച്ചു. ഈ രണ്ടെണ്ണമാണ് നിലവിൽ എന്തെന്ന് പറയുന്നത്, നിലവിൽ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന. ഓക്കെ, അടുത്ത ചെറുകിട വ്യവസായവുമായി കാർവേ കമ്മിറ്റി താഴെ പറയുന്നതിൽ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു? അപ്പോൾ ചെറുകിട വ്യവസായമാണ് എന്തെന്ന് പറയുന്നത്, കാർവേ കമ്മിറ്റി. അതായത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. ഇനി ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏതാണ്? അപ്പോൾ കാർവേ കമ്മിറ്റിയാണ്. കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് 1955 നിലവിൽ വന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി ആണ് കാർവേ കമ്മിറ്റി. ഗ്രാമീണ വികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത പുറത്തു പറഞ്ഞ കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. അപ്പോൾ എന്താണ്, ചെറുകിട വ്യവസായ കമ്മിറ്റി ആണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്ന കാർവേ കമ്മിറ്റി. നിലവിൽ വന്നത് 1955 ഓർത്തു വയ്ക്കുക. ഇനി ഓരോ പദ്ധതിയും അതിൻ്റെ കാലയളവും നമുക്കൊന്ന് നോക്കാം. അതേപോലെ തന്നെ അത് എന്തിനാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഈ പറയുന്ന നമ്മുടെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ പറയുന്ന വിഭാഗത്തിലാണ്. അപ്പോൾ പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി, അതിൻ്റെ കാലയളവ് ചോദിച്ചാൽ 1951 to 56 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 to 61 വ്യാവസായിക വികസനമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 to 66 ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വച്ചത്. നാലാം പഞ്ചവത്സര പദ്ധതി 69 to 74 സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വമാണ് നാലാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 to 79 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അന്ന് ഇന്ദിരാഗാന്ധി നിലവിൽ പറഞ്ഞൊരു കാര്യമാണ് ഗരീബി ഹട്ടാവോ, അതായത് ദാരിദ്ര്യം തുടച്ചു മാറ്റുക എന്നുള്ള മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ ഏതു പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണെന്നുള്ളത് മക്കളെ ഓർക്കുക. ആറാം പഞ്ചവത്സര പദ്ധതി 80 to 85 കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി 85 to 90 ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ്. എട്ടാം പഞ്ചവത്സര പദ്ധതി 92 to 97 മാനവശേഷി വികസനം. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ 77 to 2002 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. പത്താം പഞ്ചവത്സര പദ്ധതി 2002 to 2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി 2007 to 2012 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി 2012 to 2017 സുസ്ഥിര വികസനം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിലേക്ക് പോരെ, അവിടെ ഇത് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം വൈകിട്ട് ക്വസ്റ്റ്യൻ ബോർഡിൽ കൂടി നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സാണ് നിലവിൽ ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ ക്ലാസ് വേണ്ടത് അതിൻ്റെ ക്ലാസ് നമ്മൾ ഇനി മുതൽ പുതിയൊരു ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ASMൻ്റെ എക്സാം കഴിഞ്ഞാലുടൻ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏതാണ് ഇനി അടുത്തൊരു ക്ലാസ് വേണ്ടത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും അതേപോലെ തന്നെ ലൈക്കും ഇതൊക്കെയാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യം റിവിഷൻ ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.